ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Abi'svlogs. നമുക്കിന്നിവിടെ ഒരു നല്ല ദോശ ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം. ദോശ ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും 4 മണിക്കൂർ കുതിർത്ത് കഴുകി അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണുത്ത വെള്ളം വേണം ഒഴിക്കാനായിട്ട്. തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. അരി ഉഴുന്നും ചോറും എല്ലാം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടിയത്. ഒട്ടും വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഇതുപോലൊന്ന് അരച്ചെടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു 8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പൊങ്ങി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇനി നമുക്കതിലേക്ക് നല്ലെണ്ണ പുരട്ടി കൊടുക്കാം. നല്ലെണ്ണ പുരട്ടിയാൽ പെട്ടെന്ന് ഈ ദോശ ഇളകി വരും. ഇനി മാവ് കോരി ഒഴിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയും കൂടെ കൊടുക്കണം. ദോശ ഒരു സൈഡ് മൂത്തു. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും മൂത്തു. ഇനി നമുക്കത് എടുക്കാം കല്ലിൽ. ഇനി മറ്റേ ദോശകളൂടെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.